യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേരളത്തിലെ സാധാരണക്കാർക്ക് ആശ്രയമായ റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവിനെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൊതുവിതരണ മേഖലയിലെ ഒത്തുകളി ആരോപിച്ചും യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അനിൽ ലാൽ കെ, മണ്ഡലം പ്രസിഡന്റുമാരായ അഭിജിത് ശ്രീനിവാസൻ, ജൈഫൻ മാനാടൻ, NP പ്രവീൺ, സൂരജ് സുകുമാരൻ, KSU ജില്ലാ സെക്രട്ടറി അനന്തു VR, നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ സിജോ ഇട്ടീര, ശ്രീജിത്ത് PS, നിഖിൽ തങ്കപ്പൻ, അൻസാർ കബീർ, ലിജോ വട്ടേക്കാട്, ആശംസ് P ദയാൽ, ടിനോ കുര്യൻ, സൌരവ് ബിനീഷ് എന്നിവർ പ്രസംഗിച്ചു. ബെസ്റ്റിൻ ഫ്രാൻസിസ്, ജെറിൻ ദേവസി, അമൽ ദേവ്, അഭിഷേക് ജോയ്, ആൽവിൻ ബെന്നി, അജിത്, ജോസ്മോൻ, ആൽവിൻ റോയ്, ആരോൺ, ടിൻഡോ തോമസ്, ജയപ്രകാശ് വേണു, ജിത്തു, ES അൽത്താഫ് എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുന്ന സാധാരണക്കാർ അവരുടെ വീട്ടിലെ ഭക്ഷണത്തിന് അരി വാങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടുപ്രദേശത്ത് പ്രാദേശികമായിട്ട് നിൽക്കുന്ന റേഷൻ കടകളിലാണ്. ആ റേഷൻ കടകളിലേക്ക് അവൻ അന്നത്തെ ഭക്ഷണത്തിന് അവൻ്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അരി മേടിക്കാൻ വരുമ്പോൾ കൈമലർത്തി കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഭക്ഷ്യവിതരണ വകുപ്പ് അധപ്പതിച്ചു പോയതിൻ്റെ ഒറ്റ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ നാട്ടിലെ സർക്കാരും അതിൻ്റെ നേതാവായിട്ടിരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരടക്കമാണ്. അവർക്കൊക്കെ കൃത്യമായിട്ട് അലവൻസ് കാര്യങ്ങളും ഭക്ഷണം മേടിക്കുന്നതിനും അവർക്കൊരു നേരം